പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ചുള്ള നമ്മുടെ തീർത്ഥാടനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ കബറടത്തെങ്കിലേക്കാണ്. 1224 പഞ്ചക്ഷതം സ്വീകരിച്ചതിന് ശേഷം ഫ്രാൻസിസ് വളരെ രോഗിയായിട്ട് കാണപ്പെട്ടു. 1225 ഫ്രാൻസിസ് പിതാവ് സർവ്വ സൃഷ്ടിജാലങ്ങളെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കാൻഡിക്കിൾ ഓഫ് ബ്രദർ സൺ രചിക്കുന്നത്. മരണം അടുത്ത് വരികയാണെന്ന് മനസ്സിലായപ്പോൾ ഫ്രാൻസിസ് പിതാവ് താൻ ആദ്യം ആരംഭിച്ച പോർച്ചുഗൽ ആശ്രമത്തിൽ കടന്ന് മരിക്കുവാനാണ് ആഗ്രഹം എന്നറിയിച്ചു. അങ്ങനെ സഹോദരന്മാർ പോർച്ചുഗലിലേക്ക് ഫ്രാൻസിസിനെ കൊണ്ടുവരികയാണ്. ഫ്രാൻസിസ് പിതാവ് ഇരു കരങ്ങളും ഉയർത്തി അസീസി പട്ടണത്തെ മുഴുവൻ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. പോർച്ചുഗലിലെത്തി സഹോദരി മരണമേ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന സഹോദരി മരണത്തിൻ്റെ കാര്യം കൂടി സൂര്യകീർത്തനത്തിൽ ഉൾപ്പെടുത്തുവാൻ ഫ്രാൻസിസ് ആഹ്വാനം ചെയ്യുകയാണ്. ദരിദ്രനായ എന്നെ വസ്ത്രങ്ങളില്ലാതെ തറയിൽ കിടത്താനായിട്ട് ഫ്രാൻസിസ് പിതാവ് ആവശ്യപ്പെടുന്നു. സഹോദരന്മാർ അതുപോലെ ചെയ്യുന്നു. ഞാൻ എൻ്റെ കടമ ജോലി പൂർത്തിയാക്കി നിങ്ങളുടേത് ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൂമിൽ കിടന്നുകൊണ്ടാണ് ഫ്രാൻസിസ് പിതാവ് 1226 ഒക്ടോബർ 3 വൈകുന്നേരം സർവവും കൊടുത്ത് സ്നേഹിച്ച ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആദ്യം ഫ്രാൻസിസിനെ സംസ്കരിച്ചത് ഇന്നത്തെ സെൻറ്റ് ക്ലെയർ ബസിലിക്ക, അന്നത്തെ സെൻറ്റ് ജോർജിയൂസ് ഇടവക ദേവാലയത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതങ്ങളൊക്കെ സ്ഥിരീകരിച്ച് 2 വർഷത്തിനുള്ളിൽ 1228 ഫ്രാൻസിസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. സെൻറ്റ് ക്ലെയർ ബസിലിക്കയിൽ നിന്ന് ഒരു 500 മീറ്റർ തൊട്ടടുത്ത് തന്നെ ഫ്രാൻസിസ് പിതാവിന് ഒരു വലിയ ബസിലിക്ക പണിയുവാനായിട്ട് ഗ്രിഗറി 9 മാർപ്പാപ്പ ജനറൽ മിനിസ്റ്റർ ആയിരുന്ന എലിയ സഹോദരനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയൊരു ബസിലിക്ക രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിന് വേണ്ടി പണിതീർക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, അപ്പർ ബസിലിക്ക, ലോവർ ബസിലിക്ക, അതിനും താഴെയാണ് വിശുദ്ധ ഫ്രാൻസിസിനെ സംസ്കരിച്ചിരിക്കുന്ന ക്രിപ്ത, മ്യൂസിയം, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ ഒരു ബസിലിക്ക പണിതീർക്കുകയാണ്. ഇത് സ്റ്റെപ്പുകളല്ല, നടന്നു നീങ്ങാവുന്ന ടൈലുകളാണ്. നമുക്കിതിലേ നടന്നുകൊണ്ട് ഈ വലിയ ബസിലിക്കയിലേക്ക്, വിശുദ്ധ ഫ്രാൻസിസിനെ അടക്കം ചെയ്തിരിക്കുന്ന ബസിലിക്കയിലേക്ക് നീങ്ങാം. അതോടൊപ്പം തന്നെ സഹോദരന്മാർക്ക് താമസിക്കുവാനായിട്ട് ആശ്രമവും അന്ന് പണിതീർക്കുകയായിരുന്നു. വെറും 2 വർഷം കൊണ്ടാണ് അസിസിക്കാരുടെ ഫ്രാൻസിസിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് അവർ ഈ ഒരു വലിയ മഹാസൗധം പണിതുയർത്തിയത്. നമുക്ക് ബസിലിക്ക പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത് എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ ലോവർ ബസിലിക്കയിലേക്ക് കിടക്കുകയാണ്. വളരെ വലിയ ഒരു ബസിലിക്ക പള്ളിയാണ് ഈ ലോവർ ബസിലിക്കയും. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം ചുവരുകളിൽ വരച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിച്ചു പോകും. ഇന്നും കത്തി നിൽക്കുന്നൊരു കിടാവിളക്കാണ് വിശുദ്ധ ഫ്രാൻസിസ്. വിശ്വമാനവികതയുടെ പ്രതീകമാണ് ഫ്രാൻസിസ്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു നടന്ന സ്നേഹത്തിൻ്റെ വിപ്ലവ ഗായകനാണ് ഫ്രാൻസിസ്. പ്രാർത്ഥനയാൽ ദൈവസ്നേഹത്താൽ കത്തിയെരിഞ്ഞ് ആ സ്നേഹം മനുഷ്യ സ്നേഹമായും പ്രകൃതി സ്നേഹമായും ഒഴുക്കിയ വിശുദ്ധൻ. ഈ ബസിലിക്കയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. ഇറ്റലിയിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അസീസിയെ വ്യത്യസ്തമാക്കുന്നത് ഈ നിശബ്ദതയാണ്. നമ്മളിതാ അപ്പർ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ബസിലിക്കയാണിത്. ഓരോ ബസിലിക്കയിലും വിശുദ്ധ കുർബാനയുടെ സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ട്. അപ്പർ ബസിലിക്ക ഗോത്തിക് സ്റ്റൈലിലാണ് പണിതിരിക്കുക. അതുപോലെ തന്നെ ഈ ബസിലിക്കയിലും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം വരച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഓരോ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കുന്നു. ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം ഇവിടെ വരുന്നവർക്ക് വളരെ വിശുദ്ധമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു.
സഭ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ സ്വന്തം ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് സഭയെ നവീകരിച്ച വിശുദ്ധരാണ് വിശുദ്ധ ഫ്രാൻസിസ്. സഭയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് കുറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞെന്നും ഫ്രാൻസിസ് ആരെയും കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് സ്വന്തം ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് സഭയെ നവീകരിച്ചു. അപ്പർ ബസലിക്കയിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മ്യൂസിയത്തിലേക്കാണ്. വളരെ വലിയൊരു മ്യൂസിയമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ച ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന അന്നത്തെ ചിത്രരചനകളും അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ബലിപീഠത്തിൽ ഉപയോഗിച്ചിരുന്ന കാസ, പീലാസ, എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സക്രാരിയാണിത്. വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ച ആ കാലഘട്ടം മനസ്സിലാക്കുവാനായിട്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കും. ഇത് ഒത്തിരി വിശാലമായി കിടക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. നമുക്ക് നടന്നാൽ തീരാവുന്നതിലും അപ്പുറത്താണ് ഇതിൻ്റെ ദൂരം. ദൈവത്തെ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്ത വേറൊരു മനുഷ്യനെ നമ്മൾ ലോകത്തിൽ കാണുകയില്ല. എല്ലാവരും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തെ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യൻ. ഫ്രാൻസിസ് നടന്ന ജീവിത വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുമല്ലോ എന്നാണ്. നമ്മളിതാ ഏറ്റവും അടിയിലേക്ക് ഇറങ്ങി വന്ന് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കബറിടത്തിലേക്ക്, അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസിനെ അടക്കം ചെയ്തിരിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ കബറിടത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം നീങ്ങാം. ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിശബ്ദതയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ദാരിദ്ര്യത്തെ മണവാട്ടിയായിട്ട് സ്വീകരിച്ചവനാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദരിദ്രനായിട്ട് ഫ്രാൻസിസ് ജീവിച്ചത് എന്നതിനുള്ള ഉത്തരം ഒന്ന് മാത്രമാണ്: ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ ആ ദാരിദ്ര്യം ഫ്രാൻസിസ് മനസ്സിലാക്കി. കുരിശിലെ ഈശോയുടെ ആ ദാരിദ്ര്യം ഫ്രാൻസിസ് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നോക്കുകയാണ്. അതുപോലെ ഇന്നും നമ്മളോടൊപ്പമായിരിക്കുവാൻ അപ്പമായി മാറിക്കൊണ്ട് ദിവ്യ സക്രാരിയിൽ ഒരു ഗോതമ്പപ്പത്തിൽ ആയിരിക്കുന്ന ഈശോയുടെ ആ ദാരിദ്ര്യം, എളിമ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ദരിദ്രനായിട്ട് മാറുകയാണ്. അതോടൊപ്പം ദരിദ്രനോട് സ്നേഹമുള്ളത് കൊണ്ട് ഫ്രാൻസിസ് ദരിദ്രനായിട്ട് ജീവിക്കുകയാണ്. ഭൂമിയോളം താഴുന്ന എളിമയാണ് ഈ വിശുദ്ധന്. വിശുദ്ധൻ്റെ കബറിടത്തിൽ മുട്ടുകുത്തി നമുക്കും പ്രാർത്ഥിക്കാം. നിശബ്ദത വലയം ചെയ്യുന്ന, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ കബറിടത്തിൽ ദൈവസ്നേഹത്താൽ കത്തിയെരിഞ്ഞ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.